മകരവിളക്കിന് ശേഷമുള്ള ശബരിമല സന്നിധാനത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇനി നടക്കുക മണിമണ്ഡപത്തിലാണ്. സന്നിധാനത്തെ ഏറ്റവും വിശിഷ്ടമായ മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ട്, മണിമണ്ഡപത്തിൽ നിന്നും എഴുന്നള്ളത്ത് എന്നീ ചടങ്ങുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. 4 ദിവസം 18-ാം പടിയിലേക്കും 5-ാം ദിവസം ശരംകുത്തിയിലേക്കുമാണ് മണിമണ്ഡപത്തിൽ നിന്ന് ഭഗവാന്റെ വിളക്കിന് എഴുന്നള്ളത്ത് നടക്കുന്നത്. ശബരിമല സന്നിധാനത്തെ ഏറ്റവും വിശിഷ്ടമായ ഇടത്താണ് ഞാൻ നിൽക്കുന്നത്. മണിമണ്ഡപത്തിലാണ്. മാളികപ്പുറത്തിന് സമീപമുള്ള മണിമണ്ഡപം. ഇവിടെയാണ് ഭഗവാന്റെ ജീവിത സമാധി കുടികൊള്ളുന്നത് എന്നുള്ളതാണ് വിശ്വാസം. ഇവിടെ നിന്നുമാണ് അയ്യപ്പസ്വാമി ശാസ്താ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചത് എന്നുള്ളതാണ് വിശ്വാസം. ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഇടമാണ് മണിമണ്ഡപം. മണിമണ്ഡപത്തിൽ പ്രാർത്ഥന, അത് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുണ്യകരമായ, ഏറ്റവും ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഉള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് മണിമണ്ഡപത്തിലാണ്. കളമെഴുത്തും പാട്ട്, ഒപ്പം മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്കും ശരംകുത്തിയിലേക്കുമുള്ള ഭഗവാന്റെ വിളക്കെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ മകരം 1 മുതലുള്ള ദിവസങ്ങളിൽ മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. കളമെഴുത്തും പാട്ടിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിക്കും നമുക്ക് കാണാം. പുഷ്പാലങ്കൃതമായി മാറിയിരിക്കുകയാണ് ഈ മണിമണ്ഡപം. റാന്നിയിലെ കുന്നുക്കാട് കുറുപ്പന്മാരാണ് പരമ്പരാഗതമായി കളമെഴുതുന്നത്. 4 ദിവസങ്ങളിലായി മകരം 1 മുതൽ 5 വരെ നടക്കുന്ന കളമെഴുത്തിൽ ബാലകൻ, വില്ലാളി വീരൻ, രാജകുമാരൻ, പുലിവാഹനൻ, തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവ് എന്നീ രൂപങ്ങളിലാണ് കളമെഴുതുന്നത്. ഇതിനോടനുബന്ധിച്ച് ആദ്യ 4 ദിവസങ്ങളിൽ 18-ാം പടിയിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. 5-ാമത്തെ ദിവസം ശരംകുത്തി വരെയാണ് എഴുന്നള്ളിപ്പ് നീങ്ങുന്നത്. കൊമ്പൻ മീശയോട് കൂടിയ തിരുമുഖമുള്ള തിടമ്പിലേക്ക് ഭഗവാനെ ആവാഹിച്ചാണ് മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്ക് ആദ്യ 4 ദിവസങ്ങളിലും 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്കും എഴുന്നള്ളിപ്പ് നടക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കുന്ന തിരുവാഭരണത്തിലുള്ളതാണ് വീരയോദ്ധാവിൻ്റെ തിരുമുഖമുള്ള ഭഗവാന്റെ തിടമ്പ്. ഈ തിടമ്പാണ് മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്കും ശരംകുത്തിയിലേക്കും ഉള്ള എഴുന്നള്ളിക്കുന്നത്. അത് ഭഗവാന്റെ പന്തളം രാജാവിൻ്റെ, ഭഗവാന്റെ വളർത്തച്ഛൻ്റെ ഒരു ആഗ്രഹം, ഭഗവാനെ വീരയോദ്ധാവായി കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹത്തിന് തിരുമുഖം, കൊമ്പം മീശയോട് കൂടിയ യോദ്ധാവിൻ്റെ തിരുമുഖം ആ തിരുവാഭരണ പേടകത്തിൽ ഉൾപ്പെടുത്തി അത് സന്നിധാനത്തേക്ക് എത്തിക്കുകയും പിന്നീട് മണിമണ്ഡപത്തിൽ നിന്നുമുള്ള എഴുന്നള്ളത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഈ തിരുവാഭരണ പേടകത്തിലുള്ള ആദ്യ ഒരു പ്രധാന പേടകം സന്നിധാനത്തേക്ക് സോപാനത്തിലേക്ക് പോവുകയും പിന്നീട് മറ്റ് 2 പേടകങ്ങൾ അത് മണിമണ്ഡപത്തിലേക്കാണ് എത്തുന്നത്. അഭിഷേക പെട്ടിയെന്നും കൊടിപ്പെട്ടിയെന്നും അറിയപ്പെടുന്ന തിരുവാഭരണ പെട്ടികളാണ് ഇവിടേക്ക് മണിമണ്ഡപത്തിലേക്ക് എത്തുന്നത്. അത് തലപ്പാറ മലയെയും ഉടുമ്പാറ മലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളും ആ പെട്ടിയിലുണ്ട്. 2 പെട്ടികളിലായിട്ടുണ്ട്. തലപ്പാറ മലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുക്കുടയും ഉടുമ്പാറ മലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുക്കുടയുമാണ് വയ്ക്കുന്നത്. ഈ 2 കൊടികളുടെയും അകമ്പടിയോടെയാണ് അയ്യപ്പസ്വാമിയുടെ വിളക്കെഴുന്നള്ളിപ്പ് 5-ാമത്തെ ദിവസം ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന, വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന മണിമണ്ഡപം സന്നിധാനത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന ചടങ്ങുകൾക്കാണ് സന്നിധാനത്ത് ഈ മകരവിളക്ക് മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനമായി മാറുക. ക്യാമറമാൻ പ്രക്ഷോഭിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.